He's been president of Israel since 2021, so has 3 more years to go. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ പ്രസിഡന്റായ ഐസക് ഹെർസോഗ് ഒരു പ്രമുഖ ഇടത് രാഷ്ട്രീയക്കാരനാണ്. ലേബർ പാർട്ടിയുടെ നേതാവാണ്. ദ്വിരാഷ്ട്രത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന ആളാണ്. പ്രസിഡന്റ് ആകുന്നതുവരെ പലസ്തീൻ വിരുദ്ധ ജൂത പ്രത്യയശാസ്ത്രത്തിനെതിരായി ശക്തമായി പൊരുതിക്കൊണ്ടിരുന്ന ആളാണ്. എന്നാൽ ഈ പ്രഥമ പൗരന്റെ കണ്ണിന്റെ കീഴിലാണ് പലസ്തീനികളുടെ വംശഹത്യ, ഉന്മൂലനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്ര ദേശീയത രാജ്യനയം തന്നെയായി മാറിയപ്പോൾ എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ഇടതു സ്വരങ്ങൾ പോലും നിശബ്ദമാക്കപ്പെടുന്നു എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഐസക് ഹെർസോഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ലണ്ടൻ ആസ്ഥാനമായ ചാൻഡം ഹൗസ് എന്ന തിങ്ക് ടാങ്ക് നടത്തിയ ഒരു ചർച്ചയുണ്ടായി. ലോകത്തൊരു മനുഷ്യനും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത വലിയ ഒരു സ്വാഗതമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അവിടേക്ക് ലഭിച്ചത്. ഹെർസോഗിന്റെ ഭരണത്തിൽ നെതന്യാഹു നടത്തുന്ന കാട്ടിക്കൂട്ടുന്ന കൊലകൾ, കുറ്റകൃത്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ചാൻഡം ഹൗസ് ഡയറക്ടർ ബ്രോവൻ മഡോക്സ് അദ്ദേഹത്തെ ഇരുത്തിപ്പൊരിച്ചു. ഹെർസോഗ് ഇരുന്ന് ഒരു വാക്കുപോലും പറയാനാകാതെ ഉരുകി, തന്റെ പ്രത്യയശാസ്ത്രവും പ്രവൃത്തിയും ഒത്തുപോകുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ഉരുകലിൽ ഇരുന്നുരുകുന്ന ഒരു കാഴ്ചയുണ്ടായി. രാഷ്ട്രീയ ബോധമുള്ള ആർക്കും ഇങ്ങനെ ഒരു അപമാനം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. 60,000 Palestinians killed in Gaza as a result of Israeli military action. ബ്രോവൻ മഡോക്സ് പറഞ്ഞതിന്റെ ഒരു മലയാളം, 2021 മുതൽ ഇദ്ദേഹം ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആണ്. ഇനി 3 കൊല്ലം കൂടെ അദ്ദേഹം തുടരും. ഗസയിൽ ഇസ്രായേലിന്റെ പട്ടാള നടപടികളിൽ ഏകദേശം 60,000 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിലേറെയും കുഞ്ഞുങ്ങളായിരുന്നു. UN നേതൃത്വത്തിലുള്ള IPC കഴിഞ്ഞ മാസം വ്യക്തമാക്കിയത് ഗസയിൽ ക്ഷാമവും പട്ടിണിയും രൂക്ഷമാണെന്നാണ്. ഇസ്രായേലി സർക്കാരിന്റെ ലൈസൻസോടുകൂടിയ വെസ്റ്റ് ബാങ്കിൽ എല്ലാ ദിവസവും കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ നടന്ന ഇസ്രായേലി ആക്രമണത്തെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാഷ്ട്രങ്ങൾ ശക്തമായി അപലപിക്കുകയും ചെയ്തു. സിറിയ, ലബനൻ, പലസ്തീൻ, ഇറാൻ, യമൻ, ട്യൂണീഷ്യ സഹായം കൊണ്ടുപോകുന്ന കപ്പലുകളടക്കം ഇസ്രായേൽ ആക്രമിക്കുന്ന 7ാമത്തെ രാജ്യമാണ് ഖത്തർ. Just in the past few hours, Israel has conducted more strikes on the Yemeni capital. കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി യമന്റെ തലസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിന്റെ ഈ നടപടികളെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി പ്രതിഷേധിക്കപ്പെടുകയും നിശ്ചിതമായി അപലപിക്കപ്പെടുകയും ചെയ്യുന്നു. UK, ഫ്രാൻസ്, ബെൽജിയം, കാനഡ എന്നിവ ആഴ്ചകളായി പാലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ യൂറോപ്യൻ യൂണിയനിൽ നടത്തിയ തന്റെ പ്രസംഗത്തിൽ എടുത്ത നിലപാട് ഇസ്രായേലിന്റെ തീവ്രവാദ സ്വഭാവമുള്ള മന്ത്രിമാരെയും അക്രമകാരികളെയും കുടിയേറ്റക്കാരെയും വിലക്കുമെന്നും ഉഭയകക്ഷി പണമിടപാടുകൾ നിർത്തിവെക്കുമെന്നുമാണ്. പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് നമുക്ക് കാര്യങ്ങൾ കുറച്ചധികം സംസാരിക്കാനുണ്ട്. President Herzog, we have a lot to talk about. കിഡിലം വീഡിയോ അല്ലേ? അദ്ദേഹം ഇരുന്ന് ഉരുകി ഒലിച്ചുപോയി. He's been president of Israel since 2021, so has 3 more years to go. 60,000 Palestinians killed in Gaza as a result of Israeli military action, many of them apparently children. The UN-backed IPC saying last month it has confirmed famine and starvation in Gaza. Almost daily settler violence on the West Bank, with more settlements licensed by Israel's government. And last night, Israel's strikes against Qatar, criticized by many countries, including the US and UK. Qatar becomes the 7th country to be struck by Israel in the past year or so, along with Lebanon, Syria, Palestinian territories, Iran, Yemen, and Tunisia, including the aid flotilla. Just in the past few hours, Israel has conducted more strikes on the Yemeni capital. Many of these actions have in turn brought international condemnation and huge public protests. The UK, along with France, Belgium and Canada, is likely within weeks to recognise a Palestinian state. European Commission President Ursula von der Leyen used her State of the Union speech today to announce the European Commission will sanction extremist ministers and violent settlers and pause bilateral payments. President Herzog, we have a lot to talk about